നമ്മുടെ ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസിൻ്റെ തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിലൊരു ടോപ്പിക്കാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല, അതേപോലെ ഇത് ലോറൻസ് ആൻഡ് ടൈലർ സീരീസ്, കോഷീസ് റെസിഡ്യൂസ്, സിംഗുലാരിറ്റീസ്, പിന്നെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ്, ഇത്രയാണ് ഇതിനകത്തുള്ള ടോപ്പിക്ക്. ചില ടോപ്പിക്കിന് ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ടോപ്പിക്ക് പഠിച്ചതേ പറ്റത്തുള്ളൂ. കോഷീസ് ഇൻ്റഗ്രൽ ചോദിക്കാതെ ഇരിക്കാറുണ്ട്, ചോദിക്കുന്ന കേസും ഉണ്ട്. കോഷീസ് ഇൻ്റഗ്രൽ വേണമെങ്കിൽ നമുക്ക് റെസിഡ്യൂ യൂസ് ചെയ്തും ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും കോഷീസ് ഇൻ്റഗ്രൽ നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ തേർഡ് മോഡ്യൂളിനകത്താണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഞാൻ തിയറി ഒന്നും പറയുന്നില്ല ഇവിടെ. ഞാൻ കറക്റ്റായിട്ട് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസെഡ് ബൈ ഇസെഡ് മൈനസ് എ ഡി ഇസെഡ്, ഇങ്ങനത്തെ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഇതുപോലൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ അതിൽ ആ ഇസെഡ് മൈനസ് എ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസെഡ് ഈക്വൽ ടു എ എന്ന് കിട്ടും. തന്നേക്കുന്ന കർവ് സിയുടെ അകത്താണ് ആ എ ഉള്ളതെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. തന്നേക്കുന്ന കർവ് സിക്ക് അകത്താണ് എ. ഇഫ് എ ലൈസ് ഇൻസൈഡ് സി ദെൻ ഇതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് 2πi ഇൻറ്റു എഫ് ഓഫ് എ. 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിലുള്ള ഇസെഡിന് വരെ എ കൊടുത്താൽ മതി. ഈ തന്നേക്കുന്ന കർവ് ഇസെഡ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല ഇസെഡ് ഈക്വൽ ടു എ. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ കർവിന് പുറത്താണെങ്കിൽ, ലൈസ് ഔട്ട് സൈഡ് ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ട് നമുക്ക് എഴുതാൻ പറ്റും 0 ആണെന്ന്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഫോമിലേക്കകത്ത് ഇസെഡ് മൈനസ് എയുടെ പവർ എന്താ? 1. സപ്പോസ് ഇവിടെ ഇസെഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വന്നാൽ, അല്ലെങ്കിൽ ഇസെഡ് മൈനസ് എ ദ ഹോൾ ക്യൂബ് എന്ന് വന്നാൽ, അതായത് പവർ വന്നാൽ അതന്നെയാണ് ഇസെഡ് മൈനസ് എ ദ ഹോൾ പവർ n. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഫോമിൽ 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്നല്ല, ഫോമിലേക്ക് ഒരു വ്യത്യാസമുണ്ട്. അപ്പോഴിവിടെ ഫോമുല വരുന്നത് 2πi ഇൻറ്റു എഫ് എൻ മൈനസ് 1 ഡാഷ് ഓഫ് എ, ഡെറിവേറ്റീവ് ആണ്. എഫ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്, ഡാഷ് ഓഫ് എ ബൈ n മൈനസ് 1 ഫാക്ടോറിയൽ. സപ്പോസ് ഇവിടെ ക്യൂബ് ആണെങ്കിൽ ഇവിടെ വരേണ്ടത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ബൈ 2 ഫാക്ടോറിയൽ എന്നാണ്. ബാക്കിയെല്ലാം സെയിം കണ്ടീഷൻ. അപ്പം ഈ ഫോമുല കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല ഇവിടെ തീർന്നിട്ടില്ല. ഇതിന് 2 ടൈപ്പ് കൂടെ ഉണ്ട്. അത് പറയുമ്പോൾ ഞാൻ ആ ഫോമുല ഇവിടെ എഴുതി തരാം. ഇപ്പം നമുക്ക് ഈ 2 കേസിലും വരുന്ന പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല. അപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് കോഷീസ് ഇൻ്റഗ്രലോ അല്ലെങ്കിൽ കോഷീസ് റെസിഡ്യൂ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോഴേ പറയണേ, യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി കോസ് പൈ ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 2 ഡി ഇസെഡ് where c is mod z equal to 3. മോഡ് z ഈക്വൽ ടു r എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് z എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു r എന്ന. മോഡുലസിനകത്തൊരു ഇമാജിനറി നമ്പർ വന്നാൽ നമുക്ക് അതിനെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു r എന്ന് എഴുതാം. റൂട്ട് പോകാനായിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു r സ്ക്വയർ എന്നാവും. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ സർക്കിൾ വിത്ത് റേഡിയസ് r. അപ്പോൾ മോഡ് z ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് തന്നിരുന്നാൽ എൻ്റെ അർത്ഥം എന്താ? മോഡ് z ഈക്വൽ ടു r മീൻസ് സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് r എന്ന. അപ്പം മോഡ് ഇസെഡിൽ ഇസെഡ് മൈനസ് എ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇറ്റ്സ് എ സർക്കിൾ വിത്ത് സെൻറ്റർ a, 0 ആൻഡ് റേഡിയസ് r. മോഡ് ഇസെഡ് മൈനസ് എ ഈക്വൽ ടു r എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം സർക്കിളാണ്, റേഡിയസ് r ആണ്, ബട്ട് സെൻറ്റർ എന്ന് പറയുന്നത് a, 0 ആണ്. അപ്പം മോഡുലസ് ഓഫ് ഇസെഡ് മൈനസ് എ ഐ എന്നാണെങ്കിൽ ഈക്വൽ ടു r എന്നാണെങ്കിൽ അതും സർക്കിളാണ്, റേഡിയസ് r ആണ്, ബട്ട് സെൻറ്റർ എന്ന് പറയുന്നത് 0, a ആണ്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അവസാന നിമിഷം പഠിപ്പിക്കുന്ന കാരണം ഇങ്ങനെ പറഞ്ഞു തരാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരണേ. ഇതേപോലെ എക്സ്പാൻഡ് ചെയ്തൊന്നും എനിക്ക് കാണിച്ചു തരാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ വെറുതെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ അതേപോലെ വേർ സി ഈസ് മോഡ് ഇസെഡ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് പറഞ്ഞത്. അപ്പോൾ മോഡ് ഇസെഡ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 3. ആ റേഡിയസ് 3 ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനി ഈ തന്നേക്കുന്ന നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയാണ് യൂസ് ചെയ്യേണ്ടത്. തന്നേക്കുന്ന ഫംഗ്ഷൻ കണ്ട, എന്തോ തന്നേക്കുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓവർ സി കോസ് പൈ ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 2 ഡി ഇസെഡ്. അപ്പം നമുക്ക് ഇതിനകത്ത് എഫ് ഓഫ് ഇസെഡ് എന്താണെന്നറിയാം? എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു കോസ് പൈ ഇസെഡ് എന്നറിയും. ഇവിടുത്തെ എ എന്താണ്? ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ ഇസെഡ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതാണ് നിങ്ങളുടെ എ എന്ന് പറയുന്നത്. ഈ പോയിന്റ് അകത്താണോ സിയുടെ അകത്താണോ പുറത്താണോ എന്നാണ് നോക്കേണ്ടത്. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് 2, റേഡിയസ് 3. അപ്പോൾ റേഡിയസിനേക്കാളും ചെറിയ വാല്യൂ, അതുകൊണ്ട് ഇതെന്താണ്? അകത്താണ്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. വേണമെങ്കിൽ അത് ചെയ്ത് കാണിച്ചില്ല ഞാൻ. മോഡ് ഇസെഡ് ഈക്വൽ ടു 3 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇവിടെ എന്താ കിട്ടിയ? ഇസെഡ് ഈക്വൽ ടു 2. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലസ് ഓഫ് 2 എന്തായി മാറും? റൂട്ട് 2 സ്ക്വയർ, ദറ്റ് ഈസ് 4. റൂട്ട് 2 സ്ക്വയർ 4 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2. ഈ കിട്ടിയ വാല്യൂ റേഡിയസിനേക്കാളും ചെറുതാണ്, ലെസ് ദാൻ
റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ. ദറ്റ് ഈസ് 2 ഈസ് ലെസ് ദാൻ 3. ആ റേഡിയസിനേക്കാളും ചെറിയ വാല്യൂ ആണ്. ഇതാണ് ഞാനിങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ, 2 ലെസ് ദാൻ 3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore z equal to 2 lies inside C. അപ്പം നമ്മുടെ Cauchy's integral formula അനുസരിച്ച് integral over C f of z by z minus a dz is equal to 2 pi I into f of a എന്നുള്ളതാണ് ഫോർമുല. ദറ്റ് ഈസ് ഈക്വൽ ടു 2 pi I into ഈ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് ഇസഡ് എന്തുമായിരുന്നു? എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് 2 ആണ്. ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്തുമായിരുന്നു? കോസ് പൈ ഇസഡ്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എഫ് ഓഫ് 2 ഫൈൻഡ് ചെയ്യുമ്പോൾ കോസ് ഇസഡിൻ്റെ സ്ഥാനത്ത് ഞാൻ 2 കൊടുക്കുകയാണ്. അപ്പം 2 പൈ എന്ന് വരും. കോസ് 2 പൈ എന്തുവാണ്? 1 ആണ്. സോ ഇതിൻ്റെ ആൻസർ 2 പൈ I. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ താഴെ ഇസഡ് മൈനസ് എ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ റേഡിയസിനേക്കാളും ചെറുതാണെങ്കിൽ അകത്താണെങ്കിൽ ഫോർമുല 2 പൈ I ഇൻറ്റു എഫ് ഓഫ് എ. സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ മോഡ് ഇസഡ് ഈക്വൽ ടു 3 എന്നുള്ളതിന് പകരം മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്നായിരുന്നെങ്കിലോ? ഇത് ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്. നമുക്കിപ്പോൾ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സെയിം ക്വസ്റ്റ്യനിൽ തന്നെ വെയർ സി ഈസ് മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇസഡ് ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റ് കിട്ടിക്കഴിയുമ്പം മോഡ് ഇസഡ് 2 ഈ 2-നെക്കാളും ഇസഡ് ഈക്വൽ ടു ഇവിടെ എന്താ വരേണ്ടത്? ഡിനോമിനേറ്ററിൽ ഞാനിവിടെ 1 എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 1-നെക്കാളും വലുതാണ് ഇസഡ് ഈക്വൽ ടു 2. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇസഡ് ഈക്വൽ ടു 1 എന്നാണ് തന്നിട്ടുള്ളത്. ഇസഡിന് പകരം 2 കൊടുക്കുമ്പോൾ മോഡ് 2 എന്ന് പറഞ്ഞാൽ √4 ആണ്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റേഡിയസ്. റേഡിയസിനേക്കാളും വലിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ സർക്കിളിൻ്റെ പുറത്തെന്നാണ് എൻ്റെ അർത്ഥം. Therefore ഇസഡ് ഈക്വൽ ടു എന്തായിരുന്നു വാല്യൂ? 2. ഇസഡ് equal to 2 lies outside C. തന്നേക്കുന്ന കർവിൻ്റെ പുറത്താണ്. അപ്പോൾ ആ ഇൻ്റഗ്രൽ ഓവർ C cos pi z by z minus 2 dz is equal to 0 എന്നോട് ആൻസർ കിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ കർവിൻ്റെ പുറത്താണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്തുവാണ്? 0. അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം എടുത്ത് ആ ക്വസ്റ്റ്യനിൽ തന്നതിന് ഞാൻ പറഞ്ഞു തന്നു. അതല്ലാതെ ആ ക്വസ്റ്റ്യനിൽ ഈ മോഡ് ഇസഡ് ഈക്വൽ ടു 3 എന്നല്ലാതെ ഈ കിട്ടിയ പോയിന്റിനേക്കാളും ചെറിയൊരു വാല്യൂ മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് വന്നാൽ ആ ഇൻ്റഗ്രലിൻ്റെ ആൻസർ 0 ആവും എന്നുള്ളതും പറഞ്ഞു തന്നു. കൂടുതൽ പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ C e raised to z by z plus 1 dz. ഓക്കെ, വേർ C is മോഡ് ഇസഡ് പ്ലസ് 1 ഈക്വൽ ടു 1/2. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഇവാലുവേറ്റ് ഒന്നും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ Cauchy's ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒരു മെത്തേഡ് കൂടെ പഠിക്കാനുണ്ട്, Cauchy's റെസിഡ്യൂ. അത് യൂസ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു മെത്തേഡ് മെൻഷൻ ചെയ്താൽ മാത്രം ആ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ C എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് പ്ലസ് 1 ഈക്വൽ ടു 1/2. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു മോഡ് ഇസഡ് മൈനസ് എ എന്ന് പറഞ്ഞ സർക്കിൾ വിത്ത് റേഡിയസ് സർക്കിളാണ്, റേഡിയസ് ആറാണ്, സെൻറ്റർ a,0. അപ്പോൾ മോഡ് ഇസഡ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സെൻറ്റർ -1,0. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ ഞാൻ ചെയ്യാൻ പറഞ്ഞുതരാവേ. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ e raised to z ആണ്. ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം ഇസഡിൻ്റെ വാല്യൂ -1 എന്ന് കിട്ടി. ഇത് ഇതിനകത്താണോ പുറത്താണോ നോക്കണം. തന്നിട്ടുള്ള വാല്യൂ എന്താണ്? ഗിവൺ മോഡ് ഇസഡ് പ്ലസ് 1 ഈക്വൽ ടു 1/2 കൊടുക്കാൻ പോവുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇസഡ് ഈക്വൽ ടു എന്താ കൊടുക്കാൻ പോകണേ? -1. അപ്പം മോഡുലസ് ഓഫ് -1 + 1 എന്താവുകയാണ്? മോഡുലസ് ഓഫ് 0. മോഡുലസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 0. ഈ കിട്ടിയ വാല്യൂ ഈ 1/2-നെക്കാളും ചെറുതാണോ വലുതാണോ? ചെറുത്. അപ്പോൾ അത് ലെസ് ദാൻ 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസിനേക്കാളും ചെറുതാണ്. Therefore z equal to -1 lies inside C. ഇപ്പോൾ കാര്യം മനസ്സിലായോ? നമ്മൾ ഈ മോഡ് ഇസഡ് പ്ലസ് എന്നോ അല്ലെങ്കിൽ മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ സ്ഥാനത്ത് ഈ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ മോഡിനകത്ത് എന്ത് വന്നാലും √ഓഫ് അതിൻ്റെ സ്ക്വയർ ആണ്. ആ കിട്ടുന്ന ആൻസർ ഈ റേഡിയസിനേക്കാളും ചെറുതാണെങ്കിൽ ഇൻസൈഡ്, റേഡിയസിനേക്കാളും വലുതാണെങ്കിൽ ഔട്ട്സൈഡ്. റേഡിയസിൻ്റെ ഈക്വൽ ആയാലും ഇൻസൈഡ് ആൻഡ് ഓൺ എന്നുണ്ട് കേട്ടോ. ഫോർമുലയ്ക്കകത്ത് എ ലൈസ് ഇൻസൈഡ് ആൻഡ് ഓൺ. സപ്പോസ് എനിക്ക് ഇവിടെ കിട്ടിയത് 1/2 ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റേഡിയസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസർ ഒന്ന് പിടിക്കാമോ? Therefore integral over C f of z by z minus a dz is equal to 2 pi I into f of a. ഇവിടുത്തെ f of a എന്താ? 2 pi I into f of -1. ക്വസ്റ്റിനകത്ത് f of z എന്ന് പറഞ്ഞ ന്യൂമറേറ്റർ എന്താ? e raised to z. അപ്പോൾ ഇസഡിന് വരെ -1 കൊടുത്താൽ ഇത് e raised to -1 ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 pi I into e raised to -1. ദറ്റ് ഈസ് ഈക്വൽ ടു 2 pi I by e. ആൻസർ ആയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞെടുത്തേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C sin pi z square by z minus 1 the whole cube dz, where
mod z is equal to 2. കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം നോക്കുക. എന്തുവാ വ്യത്യാസം? ഡിനോമിനേറ്ററിൽ z-1 മാത്രമല്ല, അതിന് പവർ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ഫോമുലയിൽ ഏതാ വരേണ്ടത്? ഈ രണ്ടാമത്തെ ഫോമുലയാണ് വരേണ്ടത്. പവർ വന്നാൽ എന്തുവാ? ഫോമുല മാറും. 2πi × f of a അല്ല, ഫോമുല മാറും. അപ്പം അതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. നമ്മളിവിടുത്തെ ന്യൂമറേറ്റർ എന്തുവാണ്? f of z is equal to sin pi z². ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണത്? z equal to 1 എന്ന് കിട്ടും. ഈ പോയിന്റ് ഇതിനകത്താണോ നോക്കണം അല്ലേ? ഗിവൺ മോഡ് z is equal to 2 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഇസെറ്റിൻ്റെ സ്ഥാനത്ത് ഈ കിട്ടിയ വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √1 മോഡുലസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ √1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. അത് ഈ റേഡിയസിനെക്കാളും ചെറുതാണ്. അപ്പം ലെസ് ദാൻ എന്തുവാണ്? റേഡിയസിനെക്കാളും ചെറുതായത് കാരണം therefore z equal to 1 lies inside C. ഈ പോയിന്റിന് ഒരു മാർക്കാണ് ഇങ്ങനെ എഴുതുന്നതിന്. z equal to 1 lies inside C എന്നുള്ള ഈ കണ്ടീഷൻ എഴുതുന്നതിന് നമുക്ക് ഒരു മാർക്കാണ്. ഇനി നമ്മുടെ മാർക്ക് എടുത്ത് ഫോമുലയ്ക്കാണ്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല എങ്ങനെയാണ്? ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല. അത് എഴുതിക്കോണേ എപ്പോഴും. ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല. കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്ത് ഇൻ്റഗ്രൽ ഓവർ C f of z by z minus a the whole power n dz is equal to, വളരെ ശ്രദ്ധിക്കണം, 2πi into f raised to n minus 1 dash of a the whole by n minus 1 factorial. ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്തുവാണ്? ഇൻ്റഗ്രൽ ഓവർ C sin pi z² by z minus 1 the whole cube dz that is equal to, ഇവിടുത്തെ n എന്തുവാണ്? 3 ആണ്. അപ്പോൾ ആ ഫോമുലേക്ക് കൊടുക്കുമ്പം 2πi into f raised to 3 minus 1 that is f2 dash of a the whole by 3 minus 1 that is 2 factorial. Okay, which is equal to 2πi by 2 factorial എന്ന് പറഞ്ഞാൽ എന്താ? 2 into f double dash of a എന്ന് പറയുന്നത് ഇവിടെ എന്തുവാണ്? a എന്ന് പറയുന്നത് 1. അപ്പം നമുക്ക് ആ വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ? നമുക്ക് ആ വാല്യൂ ഫൈൻഡ് ചെയ്യണം. സോ ഞാൻ ബ്രാക്കറ്റിൽ f of z എടുത്ത് എഴുതാം. f of z എന്താ നടക്കുന്നത്? sin pi z². ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സൈൻ പൈ ദ ഹോൾ സ്ക്വയർ അല്ല, സൈൻ പൈ z² എന്ന് മാത്രമേ ഉള്ളൂ. സോ f dash of z is equal to, സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? കോസ് പൈ z² ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് പൈ കോൺസ്റ്റൻറ്റ് z² ഡെറിവേറ്റീവ് 2z. അപ്പോൾ 2πi z. ഓക്കെ, നമുക്ക് എഫ് ഡാഷും അല്ല വേണ്ട, എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസെറ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്? കോസ് പൈ z² ഇൻറ്റു 2πi z. അത് വേണമെങ്കിൽ നമുക്ക് ഇതിന് 2πi z ഇൻറ്റു കോസ് പൈ z² എന്ന് എഴുതാം. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് ഇസെറ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2π കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തി പ്രോഡക്റ്റ് റൂൾ വരുവാണ്. z ഇൻറ്റു കോസ് പൈ z². സോ ഫസ്റ്റ് ഫംഗ്ഷൻ z ഇൻറ്റു കോസ് പൈ z² ഡെറിവേറ്റീവ് മൈനസ് sin pi z² into pi constant z² derivative 2z plus second function that is cos pi z² into z ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. ഓക്കെ, നമുക്കിവിടെ എന്താ വേണ്ട? എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 ആ വേണ്ട. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2π ഇൻറ്റു -1 ഇൻറ്റു സൈൻ പൈ ഇൻറ്റു 2π പ്ലസ് കോസ് പൈ. ഓക്കെ, സൈൻ പൈ എന്തുവാണ്? സൈൻ പൈ 0 ആണ്. കോസ് പൈ എന്തുവാണ്? -1. സോ ദിസ് ഈക്വൽ ടു -2π. അത് നമുക്കതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ 2 അങ്ങ് ക്യാൻസൽ ആയില്ലേ? ദറ്റ് ഇസ് ഈക്വൽ ടു πi ഇൻറ്റു -2π. സോ ആൻസർ -2π² ആയി കിട്ടി. ഓക്കെ, ഇതാണ് ഇവിടെയാണ് ആൻസർ, ഇവിടെയാണ് തീരുന്നത്. ഞാൻ അതിൽ സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇത്ര എഴുതിയത്. അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്ത് കിട്ടുന്ന കാര്യമാണ്. സപ്പോസ് നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇൻ്റഗ്രൽ ഓവർ C e raised to -z by z³ dz എന്നായിരുന്നെങ്കിലോ, മോഡ് z equal to 1 ആണെന്നിരിക്കും. എനിക്ക് ഫുൾ പ്രോബ്ലം ചെയ്യേണ്ട. എനിക്ക് ഇതിൻ്റെ എന്തുവാ ഇസെറ്റിൻ്റെ എന്താ പോയിന്റ് ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z³ ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അപ്പോൾ z is equal to 0. 0 എന്ന് പറയുന്നത് റേഡിയസിനേക്കാളും ലെസ് ദാൻ 1 ആണ്. therefore ലൈസ് ഇൻസൈഡ് ആണ്. അപ്പോൾ ഫോമുല എങ്ങനെയാണ് വരിക? 2πi into f double dash of a by 3 minus 1 that is 2 factorial. അപ്പോൾ ഈ 2 factorial 2ഉം 2ഉം പോവും. pi I into f double dash of a എന്ന് പറയുന്നത് 0 ആണ്. e raised to 0 1 ആണ്. ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ e raised to -z ഡെറിവേറ്റീവ് എന്തുവാണ്?
മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ്. ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇസഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈ ഐ എന്ന് തന്നെ ആൻസർ കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഇസഡ് ക്യൂബ് എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിൽ ഇപ്പം ഇസഡ് മൈനസ് എ എന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തോ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. ഇതേ ഇപ്പം സെയിം ക്വസ്റ്റ്യൻ തന്നെ മോഡ് ഇസഡ് ഈക്വൽ ടു 2 എന്നുള്ളതിന് പകരം മോഡ് ഇസഡ് ഈക്വൽ ടു 1 ആയാൽ നമുക്കിവിടെ 1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. എന്നാൽ എൻ്റെ അർത്ഥം എന്തിനാണ്? ഈ ഫോമിൽ തന്നെ യൂസ് ചെയ്യേണ്ടത്. ഇൻസൈഡ് ആൻഡ് ഓൺ ആണെങ്കിൽ ഇങ്ങനെ തന്നെ. സപ്പോസ് മോഡ് ഇസഡ് ഈക്വൽ ടു 0.5 ആണെങ്കിലോ അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 0.5 റേഡിയസിനേക്കാളും വലിയ വാല്യൂ കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന കേസിൽ നമുക്ക് എന്താ ഈ ഇന്റഗ്രലിന്റെ ആൻസർ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഞാനപ്പോൾ എല്ലാ കേസും ഒരു പ്രോബ്ലത്തിൽ തന്നെ പറയുവാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വേറെ കേസുണ്ട്. എപ്പോഴും ഈ ഒരൊറ്റ ഫാക്ടറേ വരത്തുള്ളൂ, പവറും ഉള്ള ഈ ഒരൊറ്റ കേസേ വരത്തുള്ളൂ. അല്ല, ഇനി നമുക്ക് വേറെ കേസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പറയാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ ഇന്റഗ്രലിനകത്ത് ഇതിപ്പോൾ രണ്ടാമത്തെ കേസ് അല്ലേ, അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുവാണേ. സപ്പോസ് നിങ്ങളുടെ ഇന്റഗ്രലിനകത്ത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ബി ഡി ഇസഡ് എന്ന് വന്നു വിചാരിച്ചോ. ഇങ്ങനെ വന്നാൽ എന്താ, ഞാനിപ്പോൾ ഒരൊറ്റ ആൾ വരുമ്പോഴാണ് കോഷീസ് ഇന്റഗ്രൽ ഫോമുല യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്താ പ്രത്യേകത? മോർ ദാൻ 1 ഫാക്ടർ, ഒരു ഫാക്ടറിൽ കൂടുതൽ വന്നാൽ നമ്മൾ എങ്ങനെ പ്രോബ്ലം ചെയ്യും? അപ്പോൾ ഞാനതിനെ രണ്ടായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുവാണ്. 2 കേസായിട്ടാണ് ഞാനിത് പറയുന്നത്. കേസ് 1 എന്ന് പറഞ്ഞ് പറയാൻ പോകുന്നത്, ഈ ഡിനോമിനേറ്ററിലുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ കർവിനകത്താണെങ്കിൽ, അതായത് ഇസഡ് മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ബി 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു എ എന്ന് ഇസഡ് ഈക്വൽ ടു ബി എന്നും കിട്ടത്തില്ലേ? ആ രണ്ടുപേരും ഇഫ് ഇസഡ് ഈക്വൽ ടു എ ആൻഡ് ഇസഡ് ഈക്വൽ ടു ബി ലൈസ് ഇൻസൈഡ് സി തന്നിട്ടുള്ള കർവിനകത്താണെങ്കിൽ യൂസ് പാർഷ്യൽ ഫ്രാക്ഷൻ to split the function. Use partial fraction to split the function. ആ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യും. അതെന്താ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പണ്ട് ക്ലാസ്സിൽ പഠിച്ചതാ. ഇപ്പോൾ ചില ഫംഗ്ഷനിൽ 1 ബൈ ഇസഡ് മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എ ബൈ ഇസഡ് മൈനസ് എ പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് ബി എന്ന് എഴുതത്തില്ലേ? അതിനാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില കേസിൽ ഇങ്ങനെ ആയിരിക്കും 1 ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് ബി എന്നായിരിക്കും. ആ കേസിൽ എഴുതേണ്ടത് എ ബൈ ഇസഡ് മൈനസ് എ പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ ഇസഡ് മൈനസ് ബി. ഇനി ഒരു കേസ് കൂടെ ഉണ്ട്. 1 ബൈ സപ്പോസ് ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് ബി എന്നാണ് വരണമെങ്കിൽ അവിടെ എ ഇസഡ് പ്ലസ് ബി ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എപ്പോഴും ഡിനോമിനേറ്ററിൽ ഡിഗ്രി 1 കുറഞ്ഞുള്ള രീതിയിൽ ന്യൂമറേറ്റർ വരേണ്ടത്. അപ്പോൾ ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡിനോമിനേറ്റർ വരുമ്പോൾ അതിനേക്കാൾ ഒരെണ്ണം കുറയാന്ന് തന്നെ എ ഇസഡ് പ്ലസ് ബി ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി ബൈ ഇസഡ് മൈനസ് ബി. ഞാൻ എല്ലാ കേസും പറഞ്ഞേ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, പാർഷ്യൽ ഫ്രാക്ഷൻ ചുമ്മാ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ന്യൂമറേറ്ററിനേക്കാളും കുറഞ്ഞിരിക്കണം. അല്ല സോറി, degree of denominator should be greater than degree of numerator by at least 1. എപ്പോഴേ partial fraction യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? We can use partial fraction if degree of denominator is greater than ഡിഗ്രി ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്ററിൻ്റെ പവറിനെക്കാളും ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ഗ്രേറ്റർ ആയിരിക്കണം. ഈക്വൽ ആയാലും പറ്റത്തില്ല. ഇപ്പോൾ മുകളിൽ ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്ന് വെച്ചോ, ഇൻ്റഗ്രൽ ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2. ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ പറ്റത്തില്ല. കാരണം ന്യൂമറേറ്ററിൽ ഇസഡ് സ്ക്വയർ, ഡിനോമിനേറ്ററിൽ ഇസഡ് സ്ക്വയർ സെയിം ഡിഗ്രി, അത് പറ്റത്തില്ല. ഡിഗ്രി എപ്പോഴും ഡിനോമിനേറ്ററിൽ കൂടി നിൽക്കണം ന്യൂമറേറ്ററിനെക്കാളും, എങ്കിൽ മാത്രമേ പാർഷ്യൽ ഫ്രാക്ഷൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ +2 പഠിച്ച കാര്യമാണ്, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കേസ് 1. അപ്പോൾ അതേപോലെ കേസ് 2 നമുക്ക് പഠിക്കാനുണ്ട്. കേസ് 2 എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്, കേസ് 2 എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത് ഇഫ് എ ലൈസ് ഇൻസൈഡ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ഇഫ് എ ലൈസ് ഇൻസൈഡ് ആൻഡ് ബി ലൈസ് ഔട്ട്സൈഡ്, എ അകത്തും ബി പുറത്തുമാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഇൻറ്റു ഇസഡ് മൈനസ് ബി ഡി ഇസഡ് എന്ന് പറയുന്നതിൽ ബി എന്ന് പറയുന്ന പോയിൻ്റ് പുറത്താണ്. ബി ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു ബി എന്ന് കിട്ടത്തില്ല, അത് കർവിൻ്റെ പുറത്ത്. പക്ഷേ ഒരാൾ കർവിനകത്ത്. അങ്ങനെ വരുവാണെങ്കിൽ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യും മുമ്പ് ഇൻ്റഗ്രൽ ഓവർ സി പുറത്തു പോയ ആളെ നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകും. എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ബി. അകത്തുള്ള ആളെ മാത്രം ഡിനോമിനേറ്ററിൽ എഴുതും, ഇസഡ് മൈനസ് എ ഡി ഇസഡ്. പിന്നെ ഇനി എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് എ എന്നുള്ള ഫോമിൽ ബാക്കി ചെയ്യാം.
അപ്പോൾ അതുകൂടെ പറയാം. എന്തൊക്കെയാണ് ഞാൻ 2 കേസ് പറഞ്ഞ്, ഡിനോമിനേറ്ററിൽ ഒന്നിൽ കൂടുതൽ ഫാക്ടർ വരെയും അതിലെ എല്ലാ ആൾക്കാരും നമ്മുടെ കർവിനകത്തുമാണെങ്കിൽ യൂസ് പാർഷ്യൽ ഫ്രാക്ഷൻ. രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്? ഈ ഡിനോമിനേറ്ററിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരികയും അതിൽ ഒരാൾ അകത്തും ഒരാൾ പുറത്തും വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറത്തു പോയ ആളെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകും, അകത്തുള്ള ആളെ എന്ത് ചെയ്യുന്ന താഴെ തന്നെ ഇട്ടേക്കും, ഇസെറ്റ് മൈനസ് എന്നുള്ള ഫോമിൽ ഇട്ടേക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ 2 കേസിലെ ഫോമുലയിൽ ഓരോ പ്രോബ്ലം കൂടെ ചെയ്യാം. എന്നിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഏറ്റവും അവസാനം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പോർഷൻ തീർക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മോഡ്യൂൾ 5-ൻ്റെ 6-ൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിടാത്തത്. അപ്പോൾ കുറേ പേര് 2019 ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ 2019 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഞാനിത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പറയട്ടെ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ഡി ഇസെഡ് ബൈ ഇസെഡ് മൈനസ് 1 ഇൻറ്റു ഇസെഡ് മൈനസ് 2 where c is first question mod z is equal to 1/2 and second question mod z minus 1 is equal to 1/2 and third question mod z minus 1 equal to 3/2. ഈ 3 പാർട്ട് ഞാൻ ഒന്നിച്ചങ്ങ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഈ അപ്ലൈ ചെയ്ത ഫോമിൽ എന്തെങ്കിലും അവിടെ വരുവാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3 കൂടെ ഒന്നിച്ച് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ കർവ് എടുക്കാം. ആദ്യത്തെ കർവ് എന്തുവാണ്? മോഡ് z is equal to 1/2. അതിന് മുമ്പ് നമുക്ക് ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഡിനോമിനേറ്റർ എന്താ? z minus 1 ഇൻറ്റു z minus 2 എന്ന് പറയുന്നതാണ് ഡിനോമിനേറ്റർ. 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ z equal to 1,2 എന്നല്ലേ കിട്ടാൻ പോകണം. ഓക്കെ, നമ്മളത് ആദ്യം ചെയ്യുക. z minus 1 ഇൻറ്റു z minus 2 is equal to 0. therefore z equal to 1,2. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം എടുക്കുകയാണ്. ഫസ്റ്റ് പ്രോബ്ലത്തിൽ എന്താ? ഗിവൺ c as mod z is equal to 1/2. നമുക്ക് ആദ്യത്തെ കർവ് നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാം 1 എന്ന് പറയുന്നത് 1/2-നേക്കാളും വലുതാണ്, 2 1/2-നേക്കാളും വലുതാണ്. therefore 2 പോയിന്റും ഔട്ട് സൈഡാണ്. അപ്പോൾ എന്തെങ്കിലും ആൻസർ 0 ആണ് അല്ലേ? എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കട്ടെ. when z is equal to 1, z equal to 1 ആവുമ്പം modulus of 1 is equal to 1 which is greater than 1/2. therefore z equal to 1 lies outside c. എനിക്ക് മാർക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. and when z is equal to 2, അപ്പോൾ modulus of 2 is equal to √4 which is equal to 2. √2 എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 1/2, റേഡിയസിനേക്കാളും വലുതാണ്. therefore z equal to 2 lies outside c. പുറത്താന്ന് മനസ്സിലായി. ഇനി നോക്കിക്കേ, 2 പോയിന്റും പുറത്തായത് കാരണം therefore by Cauchy's integral formula, CIF എന്ന് ഞാൻ എഴുതിയത് Cauchy's integral formula, integral over c dz by z minus 1 into z minus 2 dz is equal to 0. എന്തുകൊണ്ടാണ് നമ്മുടെ ഫോമുല 0 ആണ്? if both points lies outside the circle, outside the curve, integral is equal to 0. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ? നോക്കിക്കേ, രണ്ടിടത്തും പഠിച്ചിട്ടുണ്ട്. ഈ 2 കേസിൽ if a lies outside, അപ്പോൾ എയും ബിയും പുറത്താണെങ്കിൽ തീർച്ചയായിട്ടും എന്തുവാണ്? ഡിനോമിനേറ്ററിൽ 2 ഫാക്ടർ ഉണ്ട്, രണ്ടും പുറത്താണെങ്കിൽ ആ ഇൻ്റഗ്രലിൻ്റെ ആൻസർ 0 ആണ്. ഓക്കെ, അപ്പോൾ അതായി. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്തുവാ? രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ when given c is mod z minus 1 is equal to 1/2. സോ നമ്മൾ ആദ്യത്തെ പോയിന്റ് when z is equal to 1 കൊടുക്കുവാണേ, അപ്പോൾ mod z minus 1 എന്നുള്ളത് modulus of 1 minus 1 എന്നാവും. that is equal to modulus of 0 is equal to 0. 0 എന്ന് പറയുന്നത് 1/2-നേക്കാളും ചെറുതാണ്. സന്തോഷം. എന്താ? z equal to 1 lies inside c. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് കൊടുത്തു നോക്കിയാലോ. when z is equal to അടുത്ത പോയിന്റ് എന്താ? 2. അപ്പോൾ mod z minus 1 എന്നുള്ളത് modulus of 2 minus 1 എന്ന് വരും. modulus of 2 minus 1 എന്താ? modulus of 1. modulus of 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 greater than 1/2. എൻ്റെ അർത്ഥം എന്താ? z equal to 2 lies outside c. അപ്പോൾ അത് ശരിയാവത്തില്ലല്ലോ. ഒരു പോയിന്റ് ഇൻസൈഡും ഒരു പോയിന്റ് ഔട്ട്സൈഡും. z equal to 1 lies inside c and z equal to 2 lies outside c. അപ്പോഴല്ലേ ഞാൻ ഫോമുല പറഞ്ഞത്, നിങ്ങളുടെ കേസ് 2 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഫോമുല അതെന്താ അനുസരിച്ച് എങ്ങനെ എടുക്കേണ്ടത്? ഇന്റഗ്രൽ ഓവർ c dz by z minus 1 ഇൻറ്റു z minus 2-നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 2 മാറ്റും. എങ്ങനെ മാറ്റും? ഇന്റഗ്രൽ ഓവർ c പുറത്തു പോയ ആളാരാണ്? z equal to 2. അയാളെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകും. അപ്പം ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1/z minus 2 എന്ന് വരും. the whole by ബാക്കി പുറത്ത് നമുക്ക് ആൻസർ അകത്തെന്ന് പറഞ്ഞ് കിട്ടിയത് z equal to 1 ആണ്. that is z minus 1 dz. ഓക്കെ, 1/z minus 2 by z minus 1 dz. ഇതാണ് നമ്മുടെ f of z എന്ന് പറയുന്നത്. ന്യൂമറേറ്റർ എന്തായിരുന്നു ഇവിടുത്തെ? f of z is equal to 1/z minus 2. അപ്പോൾ നമ്മുടെ Cauchy's integral ഫോമുല യൂസ് ചെയ്ത് by
Cauchy's integral formula. This is equal to 2 pi I into z minus 1 0 ക്ക് equate ചെയ്തപ്പോൾ കിട്ടിയത് f of 1. അപ്പോൾ z ന് പകരം 1 കൊടുത്താൽ ഇത് 1 by 1 minus 2 which is equal to എന്ത് കിട്ടുകയാണ് minus 1 എന്ന് കിട്ടുക. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടി നമുക്ക് minus 2 pi I. ആൻസർ ആയില്ലേ? Cauchy's integral formula യൂസ് ചെയ്തതാണ്. ഒരെണ്ണം അകത്തും പുറത്തും വരുന്ന കേസ്, രണ്ടെണ്ണവും പുറത്താവുന്ന കേസ്. അപ്പോൾ ഇനി അടുത്ത പ്രോബ്ലത്തിനകത്ത് രണ്ടും അകത്ത് വരുന്ന കേസായിരിക്കും. നോക്കാവോ നമുക്ക്? ഡിനോമിനേറ്ററിന് 0 ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൻ സി ഈസ് നമ്മുടെ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് വെൻ സി ഈസ് മോഡ് ഇസെറ്റ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 3/2. നമുക്ക് ഇതിൽ കൊടുത്ത് നോക്കാം ഓരോ പോയിന്റ് ഇട്ട്. വെൻ ഇസെറ്റ് ഇസ് ഈക്വൽ ടു 1 മോഡ് ഇസെറ്റ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 that is equal to 0 which is less than 3/2. Therefore z equal to 1 lies inside C. Okay, അടുത്ത when z is equal to രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? when z is equal to 2, z ന് 2 കൊടുക്കുകയാണെങ്കിൽ modulus of 2 minus 1 is equal to എന്താ വരേണ്ടത്? നമുക്ക് 1 എന്നാണ് വരണേ. 1 എന്ന് പറയുമ്പോൾ എന്താ? 1 തന്നെ. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ? ലെസ് ദാൻ 3/2. 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.5 ആണ്. സോ 1 ലെസ് ദാൻ 3/2. 3/2-നേക്കാളും ചെറുതാണ് 1. Therefore z equal to 2 lies inside C ആണ്. സിയുടെ അകത്താണ്. അപ്പോൾ therefore z equal to 1, 2 lies inside C. നമുക്കൊരു മാർക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ Cauchy's integral ഫോർമുല അനുസരിച്ച് ഞാൻ ഫോർമുല പറഞ്ഞു. രണ്ട് പേര് ഡിനോമിനേറ്ററിൽ ഫാക്ടറായിട്ട് വന്നിട്ട് അതിൽ രണ്ട് പേരും അകത്താണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ഓർമ്മിക്കേണ്ട കാര്യം എന്തുവാണ്? നമുക്ക് തന്നിരിക്കുന്ന ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ആയിരിക്കണം പവർ കൂടുതലാണോ? z ഇൻറ്റു z സ്ക്വയർ. ന്യൂമറേറ്ററിൽ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡിനോമിനേറ്ററിനാണ് ഡിഗ്രി കൂടുതൽ. അതുകൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഡിനോമിനേറ്ററിന് ഡിഗ്രി കൂടുതലായിരിക്കണം. സോ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യാം. സോ 1 by z minus 1 into z minus 2 നെ a by z minus 1 plus b by z minus 2 എന്ന് എഴുതി. That is 1 is equal to a into z minus 2 plus b into z minus 1 എന്ന് എഴുതി. എനിക്ക് എയുടെ ബിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ? പുട്ട് z is equal to 2. z-ന് 2 കൊടുക്കുമ്പോൾ ഈ പാർട്ട് 0 ആവും. സോ 1 is equal to 2 minus 1 1 അല്ലേ? b എന്ന് കിട്ടി. അപ്പോൾ ബിയുടെ വാല്യൂ 1 എന്ന് കിട്ടി. Put z is equal to 1. z-ന് 1 കൊടുക്കുമ്പം 1 is equal to 1 minus 2 എന്ന് പറയുന്നത് മൈനസ് a ആണ്. ഓർ a equal to minus 1 എന്ന് കിട്ടി. ഓക്കെ, therefore 1 by z minus 1 into z minus 2 is equal to minus 1 by z minus 1 പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? 1 by z minus 2. എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഇതൊന്നുമല്ല. എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഈ ഇൻ്റഗ്രലിൻ്റെ ആൻസറാണ്. അതായത് ഇൻ്റഗ്രൽ ഓവർ സി എന്തുകൂടെ ഉണ്ടായിരുന്നു? ഡി ഇസെറ്റ് ബൈ ഇസെറ്റ് മൈനസ് 1 ഇൻറ്റു ഇസെറ്റ് മൈനസ് 2 ഇസ് ഈക്വൽ ടു ഇതുപോലെ രണ്ടിടത്ത് ഇൻ്റഗ്രൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ആ മൈനസ് ഞങ്ങൾ പുറത്തിട്ടു. ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസെറ്റ് ബൈ ഇസെറ്റ് മൈനസ് 1 പ്ലസ് അടുത്തും ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസെറ്റ് ബൈ ഇസെറ്റ് മൈനസ് 2. Therefore by Cauchy's integral formula ഇത് നമുക്ക് എന്ത് ചെയ്താൽ? ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 2 pi I ഇൻറ്റു എഫ് ഓഫ് 1. ഇവിടുത്തെ ഇസെറ്റ് മൈനസ് 1 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് ഇപ്പുറത്തേനാണെങ്കിലോ 2 pi I ഇൻറ്റു ഇവിടെ ഇസെറ്റ് മൈനസ് 2 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇസെറ്റ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടണം. ഇൻറ്റു എഫ് ഓഫ് 2. രണ്ടിടത്തും ന്യൂമറേറ്റർ എന്തുവാണ്? എഫ് ഓഫ് ഇസെറ്റ് എന്തുവാണ്? രണ്ടിടത്ത് എഫ് ഓഫ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 കണ്ടുപിടിച്ചാലും എഫ് ഓഫ് 2 ഫൈൻഡ് ചെയ്താൽ ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ ദിസ് ഈക്വൽ ടു മൈനസ് 2 pi I പ്ലസ് 2 pi I എന്ന് വരുവാണ് അല്ലേ? സോ ദിസ് ഈക്വൽ ടു ആൻസർ എന്തായിപ്പോയി? നമുക്ക് 0 ആയിപ്പോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് Cauchy's integral formula എനിക്ക് എഴുതാൻ പഠിച്ചിട്ടാണ് CAF എന്ന് എഴുതിയത്. ഇവാലുവേറ്റ് integral over c e raised to z by z square plus 4 into z minus 1 the whole square dz, where c is modulus of z minus 1 is equal to 2. ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഇതുപോലത്തെ ചെയ്യാനുണ്ട്. പക്ഷേ എല്ലാം കൂടി ഇപ്പോൾ ചെയ്യാൻ സമയമില്ല. ഞാൻ എല്ലാ ടൈപ്പും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രാവശ്യം 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ z സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു
z minus 1 is equal to 0. അപ്പോൾ എന്തൊക്കെ കിട്ടുക? z square plus 4 equal to 0 എന്നും കിട്ടും, z minus 1 equal to 0 എന്നും കിട്ടും, z minus 1 equal to 0 ൽ നിന്ന് z equal to 1 എന്ന് കിട്ടും. അപ്പോൾ z square plus 4 equal to 0 ന് z square equal to minus 1, z equal to plus or minus 2y. 3 പോയിന്റ് ഉണ്ട്, plus or minus 2y യും z equal to 1. എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. കൊടുത്തു നോക്കാം. നമ്മുടെ കർവ് എന്തുവാണ്? given c as modulus of z minus 1 is equal to 2. ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. when z is equal to 1, z ന് 1 കൊടുക്കുമ്പോൾ modulus of z minus 1 എന്ന് പറയുന്നത് modulus of 1 minus 1 is equal to 0, that is less than 2. Therefore z equal to 1 lies inside c. Okay, അടുത്ത നോക്കിക്കോളേ. when z is equal to 2y, modulus of z minus 1 is equal to, ശ്രദ്ധിക്കുക, modulus of 2y minus 1 which is equal to, നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ modulus of x plus iy എന്ന് പറഞ്ഞാൽ root of x square plus y square എന്ന്. അതുകൊണ്ടാണ് മോഡുലസിനകത്ത് വരുന്ന ആളെ ഞാൻ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂടെ സ്ക്വയർ എഴുതുന്നത്. ഓക്കെ, ഇവിടെ 2iയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐയുടെ കോയിഫിഷ്യൻറ്റ് വൈയുടെ മാത്രം സ്ക്വയർ ആയിട്ടേക്കണം, ഇൻക്ലൂഡിങ് ഐ അല്ല നമ്മൾ സ്ക്വയർ ചെയ്യണം, 2ൻ്റെ മാത്രം സ്ക്വയർ, ദറ്റ് ഈസ് 4. -1 ആണ് ഇവിടുത്തെ എക്സിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ -1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ +1 വിച്ച് ഈസ് ഈക്വൽ ടു √5. √5 എന്ന് പറഞ്ഞാൽ എന്താ? 2 പോയിന്റ് സംതിങ് ആണ്. 2 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തുവാണ്? 2വിനേക്കാളും വലുതാണ്. അപ്പോൾ √5 ഈസ് ഗ്രേറ്റർ ദാൻ 2. ദാറ്റ് മീൻസ് z ഈക്വൽ ടു 2y ലൈസ് ഔട്ട്സൈഡ് c. തന്നിട്ടുള്ള കർവിൻ്റെ പുറത്താണത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. വെൻ z is equal to minus 2y. അപ്പോൾ നമ്മുടെ മോഡുലസ് ഓഫ് z minus 1 എന്ന് പറയുന്നത് is equal to മോഡുലസ് ഓഫ് minus 2y minus 1 എന്ന് വരും. that is equal to root of minus 2ൻ്റെ സ്ക്വയർ 4 ആണ്, minus 1ൻ്റെ സ്ക്വയർ plus 1 ആണ്, which is equal to √5. √5 എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് സംതിങ് ആണ്. √4 2 ആണെങ്കിൽ √5 തീർച്ചയായും 2 പോയിന്റ് സംതിങ് അല്ലേ. അപ്പോൾ 2 പോയിന്റ് സംതിങ് എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 2 ആണ്. റേഡിയസിനേക്കാളും വലുത് വന്നാൽ ആ പോയിന്റ് അകത്തല്ല. therefore z is equal to minus 2y lies outside c. തന്നിട്ടുള്ള കർവിൻ്റെ പുറത്താണ്. അപ്പോൾ കർവിൻ്റെ പുറത്താണെങ്കിൽ നമ്മൾ എന്താ ഫോർമുല പറഞ്ഞത്? പുറത്തു പോയ ആളെ നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകും അല്ലേ. therefore നിങ്ങളുടെ ഇൻ്റഗ്രൽ ഓവർ c e raised to z by z square plus 4 into z minus 1 the whole square dz is equal to, പുറത്തു പോയ ആൾ ഏതാ ആൾക്കാരൊക്കെ? z equal to 2y z equal to minus 2y. ഈ പ്ലസ് 2y മൈനസ് 2y എവിടെ നിന്നാണ് കിട്ടിയത്? z സ്ക്വയർ പ്ലസ് 4നെ 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ആ z സ്ക്വയർ പ്ലസ് 4 കാരണമാണ് ഈ രണ്ടുപേരും ഉണ്ടായത്. അപ്പോൾ അയാളെ മുകളിൽ കൊണ്ടുപോവുക. അപ്പോൾ e raised to z by z സ്ക്വയർ പ്ലസ് 4. ഇനി നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ മടിയാണെങ്കിൽ z പ്ലസ് 2y ഇൻറ്റു z മൈനസ് 2y എന്ന് ന്യൂമറേറ്റർ എഴുതിയാലും മതി. ദ ഹോൾ ബൈ z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ dz. ഓക്കെ, ഫോർമുല എഴുതിയേ. ഇനി നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താ? കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയ്ക്കകത്ത് നമ്മുടെ പ്രോബ്ലം എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ c f of z by z മൈനസ് a ദ ഹോൾ പവർ n dz is equal to, അത് മറന്നു പോരുത്, 2 pi I into f n minus 1 dash of a by n minus 1 factorial if a lies inside. ഇപ്പോൾ z minus 1 അകത്ത പോയിന്റ് ആയതുകൊണ്ട് അയാൾ ഡിനോമിനേറ്റർ കൊണ്ടുവന്നത്. പക്ഷേ അയാൾ തനിച്ചല്ല, അയാൾക്കൊരു പവർ ഉണ്ട്. ഇവിടുത്തെ n എന്തുവാണ്? ഹിയർ n is equal to 2 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് ഇൻ്റഗ്രൽ ഓവർ c e raised to z by z square plus 4 the whole by z minus 1 the whole square is equal to 2 pi I into n എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഇവിടെ f dash of a എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 അല്ലേ. z equal to 1 എന്നാണ് കിട്ടിക്കുന്നത്. അപ്പോൾ by 1 factorial. 1 factorial എന്താ കുഞ്ഞുങ്ങളെ? 1 ആണ്. So this is equal to 2 pi I into f dash of 1. f of z ഇനി എന്താണെന്ന് എഴുതിക്കേ. ന്യൂമറേറ്ററിനെയാണ് നമ്മൾ f of z എന്ന് പറയുന്നത്. ഡിനോമിനേറ്ററിന് മുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ എഴുതിയില്ലേ, ആ ഫംഗ്ഷനും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ e raised to z by z സ്ക്വയർ പ്ലസ് 4 ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? f of z. അതിൽ z-ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് e by 1 plus 4 that is equal to e by 5 എന്ന് കിട്ടി. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2 pi I into e by 5 ആൻസർ ആയില്ലേ, ഇൻറ്റു e by 5. ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാൻ കറക്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് പല കുട്ടികളും ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. കാരണം ഇത് ഇൻസൈഡ് ഔട്ട്സൈഡ് എന്നുള്ള ഈ പോയിന്റിലാണ് പലരും തെറ്റിച്ചത്. ഇവിടെ ഇമേജിനറി വാല്യൂ വന്നു, മോഡ് z മൈനസ് 1. ഇസെറ്റിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും ഈ ഒരു പാർട്ട് ഓർത്തോളണം. റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമേജിനറി പാർട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ വന്നത് √5. √5 എന്ന് പറഞ്ഞാൽ 2വിനേക്കാളും വലിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് പുറത്ത് ഒരാളെങ്കിലും പുറത്ത് പോയി
പോയാൽ ഇപ്പോൾ ഇതിൽ 2y അകത്തും -2y പുറത്തുമാണെന്ന് വെച്ചോ. അപ്പോൾ ആ 2y ഉണ്ടായത് എങ്ങനെയാണ്? z - 2y 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ e⁻z/ z - 2y ഡിനോമിനേറ്ററിൽ z+2y × z - 1 the whole square. അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. ഇതെങ്ങനെ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ ടൈപ്പും നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കുക. ഞാൻ എല്ലാ ടൈപ്പും നിങ്ങളുടെ ഫ്രണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ടൈപ്പാണ് നിങ്ങൾക്ക് ചോദിക്കാറെന്നുള്ളത്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു. ഇവിടെ നിർത്തുവാന്നേ.